ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പായസമാണ്. ഈ പായസത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചവ്വരി വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഞാനിപ്പോൾ 125 ml ഈ ഒരു കപ്പിൽ ആണ് ചവ്വരി അളന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചവ്വരി എടുക്കുമ്പോൾ 1-2 വട്ടം കഴുകിയിട്ട് വേണം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 15 to 20 മിനിറ്റ് വെച്ചാൽ മതിയാവും നമ്മുടെ ചവ്വരി കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് പൈനാപ്പിളാണ്. ഒരു ഫുൾ പൈനാപ്പിൾ എടുക്കണം. പൈനാപ്പിൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. പൈനാപ്പിൾ മുറിക്കുമ്പോൾ നമ്മൾ ആ ഒരു മൂക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ബലമുള്ള ഭാഗം അതെടുക്കില്ല കേട്ടോ. പായസത്തിലേക്ക് അത് മാറ്റിയിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നത്. ഇത് അതേപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാം. എന്നിട്ട് അതിനെങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഫുള്ളും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് വേവിക്കുന്നത് കുക്കറിലാണ്. കാരണം പഴങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വേവുള്ളൊരു പഴമാണ് ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. കുക്കറിലൊരു 4-5 വിസിൽ വന്നാൽ മതിയാവും. അപ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് പായസത്തിലേക്ക് ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ചൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ചവ്വരി വേവിച്ചെടുക്കാം. കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ. അപ്പോൾ അതിന് ശേഷം ചവ്വരി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ചവ്വരി നന്നായി കഴുകിയിട്ട് അത്യാവശ്യം വെള്ളത്തിൽ വേണം നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട്. കുറഞ്ഞ വെള്ളമാണെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പൈനാപ്പിൾ വേവിക്കുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇനി നമുക്ക് ആ പൈനാപ്പിൾ ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ പൈനാപ്പിൾ വഴറ്റിയെടുക്കണം. അതിലത്തെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി പോയി അത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരണം. കരിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതാ പോയി കുറച്ചിങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വഴറ്റിയെടുക്കുക. പഞ്ചസാര ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചറും കളറും ഒക്കെ ഇതാണ്ടോ മാറി മാറി വരുന്നുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് പാല് ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിപ്പോൾ 3 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ പായസത്തിന്. അപ്പോൾ ആ പാലിലേക്ക് നമുക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ പുറമെ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ എല്ലാവരുടെയും മധുരത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് നോക്കിയതിന് ശേഷം മധുരം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിലും കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കുക. ഈ ഒരു പാല് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതിലാണ് നമ്മുടെ ആ പായസത്തിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചവ്വരി കുതിർത്ത് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ചവ്വരി ഇടുമ്പോൾ നമ്മുടെ ആ പായസത്തിന് നല്ലൊരു കുറുകിയ ടെക്സ്ചറും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്, ഉരുണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ. ഇനി നമുക്ക് നന്നായിട്ട് ഈ പാലിനെ കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇതാ ഈ പാത്രത്തിൽ ഇത്രയും അളവ് ഈ പാല് നിൽക്കുന്നുണ്ട്. അത് നന്നായി കുറുകി കുറച്ചൊന്ന് കുറഞ്ഞ് വരണം.
നല്ല ഒരു കുറുകിയ പാലിൻ്റെ ഒരു മണം വരണം. ഇതുണ്ടോ, ഇത്രയും ഞാൻ ഇപ്പോൾ കുറുക്കിയെടുത്തതാണ്. ഏകദേശം 1 മണിക്കൂർ എടുത്തു ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാലും അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിളും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പാടുള്ളൂ. കാരണം പൈനാപ്പിൾ ചെറിയൊരു പുളി ഉള്ളതുകൊണ്ട് പാലുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ചൂടാണെങ്കിൽ. അപ്പോൾ നന്നായിട്ട് രണ്ടും തണുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പൈനാപ്പിൾ പായസം ഉണ്ടാക്കുമ്പോൾ രണ്ടും കൂടിയും ചൂടോട് കൂടിയിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ അത് ആ പൈനാപ്പിൾ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഭംഗിക്കും അതുപോലെ നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ നെയ്യിൽ അണ്ടിപ്പരിപ്പും കുറച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് മുന്തിരി എടുത്തിട്ടുള്ളൂ. കാരണം ഇവിടെ അണ്ടിപ്പരിപ്പാണ് കൂടുതലും എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് പായസത്തിൽ ഇങ്ങനെ കടിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പൈനാപ്പിൾ പായസം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ.